സുഖസാറാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ഓർ ക്രിസ്മസ് എക്സാം ടൈം ടേബിൾ റെഡി ആയിട്ടുണ്ട്. പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും സയൻസ് സബ്ജക്റ്റിന്റെയാണ് ഞാനിപ്പോൾ നല്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളൊരു പേപ്പറിൽ അങ്ങോട്ട് എഴുതി നിങ്ങൾ പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെക്കണം. ഇല്ലെങ്കിൽ ടേബിളിൽ ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും പഠിക്കാനുള്ള ഒരു ഐഡിയ കിട്ടും. ഏത് പഠിക്കണം, എപ്പോഴാണ് അടുത്ത എക്സാം എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ചെയ്തേക്കണം. അങ്ങനെ പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ വരാനിരിക്കുന്നതേ ഉള്ളൂ. എക്സാം ആകുമ്പോൾ കൂടുതൽ ക്ലാസ് കിട്ടും. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തേക്കണം. ഓക്കെ, നമ്മുടെ ഇത് പ്ലസ് വൺകാർക്കുള്ളതാണ്, ഇത് പ്ലസ് ടുക്കാർക്കുള്ളതാണ്. പ്ലസ് വൺകാർക്ക് ആഫ്റ്റർനൂൺ ആണ്, ഉച്ചയ്ക്ക് ശേഷം. പ്ലസ് ടുക്കാർക്ക് രാവിലെയാണ്, മോർണിംഗ് ആണ് കേട്ടോ. ഇവിടെ കോമൺ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് രണ്ടുപേർക്കും തുടങ്ങുന്ന 9-ാം തീയതി, തീരുന്നത് 19-ാം തീയതിയാണ്. 9-ാം തീയതി മൺഡേ. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് ആണ് പ്ലസ് വൺകാർക്ക്. പ്ലസ് ടുക്കാർക്ക് ആ ടൈമിൽ ഫിസിക്സ് ആണ്, ഉച്ചയ്ക്ക് ശേഷമാണ്. ഇവർക്ക് രാവിലെയാണ് നമ്മുടെ പ്ലസ് ടുക്കാർക്ക് കേട്ടോ. ട്യൂസ്ഡേ 10-ാം തീയതി ഇംഗ്ലീഷ് ആണ് പ്ലസ് വൺകാർക്ക്. കമ്പ്യൂട്ടർ സയൻസ് ആണ് നമ്മുടെ പ്ലസ് ടുക്കാർക്കുള്ളത്. 11-ാം തീയതി വെനസ്ഡേ കെമിസ്ട്രി ആണ് പ്ലസ് വൺ, മാത്സ് ആണ് പ്ലസ് ടുക്കാർക്ക്. നെക്സ്റ്റ് 12-ാം തീയതി ഇവർക്ക് മാത്സ്, അവർക്ക് കെമിസ്ട്രി ആണ്. അപ്പൊ തിരിച്ചു മറിച്ചുമാണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് 17-ാം തീയതി നമുക്ക് ഇവിടെ പ്ലസ് വൺകാർക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ്, ആ സമയത്ത് അവിടെ ഇംഗ്ലീഷ് ആണ് കേട്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് 18-ാം തീയതി ഇവർക്ക് ഫിസിക്സ് ആണ്, ഇവർക്ക് അവിടെ എന്താണ് സെക്കൻഡ് ലാംഗ്വേജ് ആണ് കേട്ടോ. ഇനി 19-ാം തീയതി ഇവർക്ക് ഇവിടെ ബയോളജി ഉണ്ട്. 19-ാം തീയതിയാണ് നമ്മുടെ പ്ലസ് വൺകാർക്ക് ബയോളജി. പക്ഷേ ഇവിടെ ഞാൻ ഇടയ്ക്ക് സ്പേസ് കറക്റ്റ് ആകാൻ വേണ്ടി മാറ്റി എഴുതിക്കൊണ്ട് 16-ാം തീയതിയാണ് ഇവർക്ക് ബയോളജി കേട്ടോ, നമ്മുടെ പ്ലസ് ടുക്കാർക്ക്. അപ്പൊ ഇത് മുഴുവൻ പ്ലസ് ടുക്കാരുടെയാണ്, ഇത് മുഴുവൻ പ്ലസ് വൺകാരുടെയാണ് കേട്ടല്ലോ. അപ്പൊ കൃത്യമായിട്ട് നന്നായിട്ട് നിങ്ങൾ തന്നെ എഴുതി നിങ്ങൾ പഠിക്കുന്ന നോട്ട്ബുക്കിലോ എവിടെങ്കിലും മറക്കാതെ എഴുതണം. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പഠിത്തം തുടങ്ങട്ടെ കേട്ടോ. നന്നായിട്ട് പഠിച്ച് മാക്സിമം മാർക്ക് വാങ്ങണം. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക, പ്ലസ് ടുക്കാർക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു എക്സാം ആണിത്. നിങ്ങൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്താൽ മാർക്ക് ഒരുവിധമൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ ഒട്ടും മാർക്ക് കാണില്ല. പ്ലസ് വൺകാർക്ക് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ബോഡിയിൽ നിന്ന് വരുന്ന ഒരു എക്സാം എഴുതാൻ പോകുന്നത്. അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് നിങ്ങൾക്ക് കാണിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കൊക്കെ കുറയും. വീട്ടുകാരെല്ലാം ഇത് നോക്കിയിരിക്കുകയാണ്, എല്ലാം ശ്രദ്ധിക്കുക. നമ്മുടെ പബ്ലിക് എക്സാമിന് മുമ്പുള്ള ഒരു എക്സാം ആണ്. അപ്പൊ മാക്സിമം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സ് ക്ലാസ് എല്ലാം പ്ലസ് വൺ പ്ലസ് ടു എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാം. താഴെ നിന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യനും ആൻസറോടുള്ള എല്ലാ പാക്കേജും ഇക്വേഷൻ ബുക്കിലേറ്റും ക്ലാസ്സസും നോട്ട്സും എല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.